ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പിജൻ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ആദികടലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പഴയ വളർത്തുകാരനുണ്ട്. ജോസാട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കൽ. അപ്പം ജോസാട്ടൻ്റെ കൂട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. എബിഷ്യൻസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടാണ് ടൂർണമെൻറ്റൊക്കെ പേര് കൊടുക്കൽ. അപ്പോൾ മൂപ്പരെ കൂട്ടിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രാവിനെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ മൂപ്പരൊക്കെ കുറേ അറിവുകൾ നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ പ്രാവ് കണ്ടെ കുറേ കണ്ടതിനെ കൊണ്ട് കാര്യങ്ങളില്ല. പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും അറിയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം പഴയ കുറച്ച് ഐഡിയാസും പുതിയ തലമുറക്ക് കിട്ടുന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ജോസാറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ജോസാറിൻ്റെ കൂട്ടിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ജോസേട്ടാ നമസ്കാരം. നമസ്കാരം. ജോസേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ പറവ ഫീൽഡിലേക്ക് ഏകദേശം വന്നിട്ട് ഏകദേശം എത്ര കാലമായി? പറവ ഫീൽഡ് എന്നല്ല, പ്രാവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവികതയിൽ പ്രാവുണ്ട്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛനും വളർത്തുകാരനാണെന്നാണ് ഞാൻ കേട്ടത്. പാരമ്പര്യമായിട്ട് എൻ്റെ 8 വയസ്സിൽ ഞാൻ പ്രാവിനെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇടപഴകുന്നു. അന്ന് പ്രാവ് എന്താണ്, അതിന്റെ ബാലപാഠം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നീട് അവിടെ നിന്ന് വളർന്നതിന് ശേഷം ആണ് പ്രാവുമായിട്ട് ബന്ധപ്പെട്ടത്. അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. കുട്ടിക്കാലം മുതലേ തന്നെ ഈ 8 വയസ്സിന് മുൻപേ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലായിരുന്നു. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അമ്മേൻ്റെ കാണൂല, അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛനെ കാണൂല. അതുകൊണ്ട് വളരെ കുട്ടിക്കാലം മുതലേ പ്രാവുമായിട്ട് അറിഞ്ഞും അറിയാതെയും 8 വയസ്സ് മുതൽ തുടങ്ങി. ഇതാണ് എൻ്റെ ചരിത്രം. ഓക്കെ. അപ്പൊ ചെറുപ്പകാലം മുതലേ തുടങ്ങി എന്നിപ്പോ നമ്മളോട് പറഞ്ഞു. ഏകദേശം ആ സമയങ്ങളിൽ പറവപ്രാവായിരുന്നോ കൈമലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ട്രാവൽസോ അതേപോലെ ലോക്കൽ പ്രാവായിരുന്നു? പിന്നെ അതിൽ കുറെ വ്യത്യാസങ്ങൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് വ്യത്യാസം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല്, അന്നത്തെ വളർത്തുന്ന കൂട്ടർ ഇന്നത്തെ ഒരു തരത്തിലുള്ള സാഹചര്യവും ഇല്ല. സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, എന്തിനേറെ പറയുന്നു, പ്രാവിനെ ചൂട് കൊള്ളിക്കാൻ പോലുള്ള സംവിധാനം അക്കാലത്തുള്ളവർക്ക് അറിയൂല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ ആ സമയത്ത് പിന്നെ ടൂർണമെന്റ് പങ്കെടുപ്പിക്കല് അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു? അങ്ങനെ ബേസ് ചെയ്തിട്ട് ടൂർണമെന്റ് ബേസ് ചെയ്തിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു? എന്റെ അച്ഛൻ, ഞാനല്ല, എന്റെ അച്ഛൻ 9 വയസ്സിൽ എനിക്കുള്ള സമയത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. തലശ്ശേരി കായ്യത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനന്ന് താമസിക്കുന്നത്, അതായത് എൻ്റെ അച്ഛനടക്കം താമസിക്കുന്നത് പിന്നെ നമ്മുടെ ചേറ്റംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തലശ്ശേരി. അവിടെ നിന്ന് കുയ്യാലിക്ക് നടന്നിട്ട്, ആ പ്രായത്തിൽ ഞാൻ പോണെങ്കിൽ 5:30 മണിക്ക് നടന്നിട്ട് പോണെങ്കിൽ പ്രാവിന്റെ ഹരം എനിക്ക് അത്ര കയറിയിട്ടാണ്. അന്ന് ആ പ്രാവ് അവിടെ ടൂർണമെന്റിൽ ഞാൻ അച്ഛൻ്റെ മത്സരത്തിന് വിടുന്നതാണ്. അന്ന് 8 മണിക്കൂറും 7 മിനിറ്റ് 6 മിനിറ്റോ അറ്റാന്ന് പറഞ്ഞത്. അന്ന് ലാസ്റ്റ് ചാട്ടത്തിന് ചാടുന്നതാണ്. അപ്പം ആ ലാസ്റ്റ് ചാട്ടത്തിൽ ചാടുന്ന സമയത്ത് അതുവരെ ഫസ്റ്റ് നിൽക്കുന്നത് അറിയപ്പെടുന്ന ഒരു വളർത്തുകാരൻ, തലശ്ശേരി ഗോപാൽപട്ടക്കും തലായിക്കും നടുക്കിൽ താമസിക്കുന്ന ഒരു ഫാൻഡോ നച്ചൂട്ടി എന്ന് വിളിക്കപ്പെടുന്ന അയാൾ ഗുസ്തിക്കാരനാണ്. അയാൾ സർക്കസിലൊക്കെ ഉണ്ടായ വ്യക്തിയാണ്, അയാളായിരുന്നു. അതിനുശേഷം ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ എൻ്റെ അച്ഛന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. പക്ഷെ അന്ന് ആ 8 മണിക്കൂർ എന്ന് പറയുന്നത് വലിയ സമയമാണ്. അത്രയും സമയം കിട്ടലില്ല. അതാണ് ആ കാലത്തുള്ള അനുഭവം. അല്ല, മുൻകാലങ്ങളിൽ നമ്മള് 2 പ്രാവിനെ വിടല്ല, ഒരു പ്രാവ് മാത്രം മത്സരിക്കൽ എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മുന്നേ അങ്ങനെ ഒരു പറവ സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ 2 പ്രാവ് മത്സര രീതിയാണോ? അങ്ങനെയാണ് ഞാൻ കാണാൻ തുടങ്ങിയ സമയത്തൊക്കെ 2 പ്രാവിന്റെ മത്സരം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നുള്ള നിയമത്തിലെല്ലാം കുറെ അധികം വ്യത്യാസമുണ്ട്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് മീറ്റർ അളവാണ്. പ്രാവ് പറന്നിട്ട് ലാൻഡ് ചെയ്യേണ്ട ചുറ്റളവ് ഇന്ന് മീറ്റർ അളവാണ്, അന്ന് വാരക്കണക്കാണ്. നമ്മളെ മലയാളി പ്രത്യേകിച്ച് മലബാറില് വാരക്കണക്കാണ്. അപ്പം 25 വാരക്കുള്ളിൽ ഇരിക്കണം എന്നാണ് ആദ്യം ഉണ്ടായത്, എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായത്. അത് പിന്നെ വർദ്ധിച്ച് 50 വാരയിൽ വരെ എത്തി. മാത്രമല്ല, കയ്യിൽ നിന്ന് പ്രാവിനെ വിടുന്ന സമയം മുതൽ ടൈമാ. അന്ന് വാച്ച് കെട്ടിയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ മൊബൈലോ സംവിധാനമോ ഡിജിറ്റലോ ഒന്നും ഇല്ല. ആദ്യം ഇരിക്കുന്ന ലാൻഡ് ചെയ്യുന്ന പ്രാവ് പറഞ്ഞിരുന്നാൽ ആ പ്രാവിന്റെ സമയം മാത്രമേ കിട്ടൂ. അതാണ്. പിന്നെ ഇന്ന് കാലത്തിന്റെ മാറ്റവും
രണ്ടാമതൊഴിക്കുന്ന പ്രാവിന് പറക്കുന്ന സമയത്തിനും അംഗീകാരം കൊടുക്കണ്ടേ എന്ന് ഉള്ള ഇത് വന്നതുകൊണ്ട് ആ നിയമത്തിൽ കുറെ മാറ്റം വന്ന് ഇന്ന് ഇരിക്കുന്ന ദൂരപരിധിക്കും വളരെയധികം മാറ്റം വന്നു. ഓക്കെ, ശരി ശരി. ചേട്ടാ, അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയ തലമുറക്ക് വേണ്ടിയിട്ടാണ് ജോസാറിനെ പോലെയുള്ള പഴയ ആൾക്കാർ പുതിയ പുതിയ അറിവുകൾ, അതായത് പഴയ തലമുറയുടെ അറിവുകളാണ് ഇപ്പോൾ ആൾക്കാർ കൊണ്ടുവരുന്നത്. അതിൽ കുഞ്ഞ് മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് നമ്മൾ ലോക്കൽ പ്രാവിന് മുട്ട മാറ്റി വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ജോസാറിന്റെ അഭിപ്രായം? അതായത് ലോക്കൽ പ്രാവിനെ മുട്ട മാറ്റി വെച്ചു കൊടുക്കുന്നത് സൗകര്യം വളർത്തുകാരൻ ചിന്തിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ആവശ്യാനുസരണം പ്രാവുകളെ കിട്ടണം. നമുക്ക് കൂടുതൽ കുഞ്ഞന്മാരെ സീസൺ ആകുമ്പോഴേക്ക് നമുക്ക് കിട്ടണം. അതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെ കുട്ടികളെ കിട്ടലുമില്ല, അങ്ങനെ ചെയ്യലുമില്ല. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കാലത്തും ഒറിജിനൽ പ്രാവിന്റെ, നമുക്ക് വിശ്വാസമുള്ള പ്രാവിന്റെ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ആശയോടുകൂടി ജോടാക്കുന്ന പ്രാവിന്റെ മുട്ട ഒരു കാലത്തും മാറ്റി ലോക്കൽ പ്രാവിന് വെക്കുന്നത് തികച്ചും തെറ്റാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നിങ്ങൾ അങ്ങനെ ആ ഒരു കാരണമുണ്ട്. കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അമ്മയുടെ മുലപ്പാലാണ് ആ കുഞ്ഞിന് കിട്ടേണ്ടത്. എൻ്റെ ഭാര്യക്ക് അമ്മയുടെ മുലപ്പാല് കിട്ടിയില്ല, കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ, അമ്മയുടെ മുലപ്പാൽ കിട്ടിയില്ല എങ്കിൽ നമ്മൾ സിറിലക്ക് പോലത്തതോ മറ്റ് ഫുഡുകളോ കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തും. പക്ഷെ ആ മുലപ്പാലിന്റെ ആരോഗ്യം ഒരു കാലത്തും വരില്ല. മാത്രമല്ല, ഫസ്റ്റ് ടൈം ഈ പ്രാവിന് ഒരു പരിധി വരെയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും ഈ കുഞ്ഞ് വലുതാകുന്നത് വരെ ഈ ലോക്കൽ പ്രാവ് ഊതിക്കൊടുക്കുന്നതാണ് ഈ കുഞ്ഞിന്റെ വയറ്റിൽ പോകുന്നത്. അത് ആ കുഞ്ഞിന്റെ ബ്ലഡിലേക്ക് കലർന്ന്, ആ പ്രാവിന്റെ ബ്ലഡിലേക്ക് ആ ലോക്കൽ പ്രാവിന്റെ രക്തത്തിന്റെ അംശം ആ കുഞ്ഞിലേക്ക് കലർന്നു കഴിഞ്ഞു. അത് ആ ജനിച്ചു വീണ കുഞ്ഞിന്റെ മരണം വരെ അത് നിലനിൽക്കും. ചെറുതായിട്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു ഫോൾട്ട് അതിന് കാണിക്കും. നേരെ മറിച്ച് നമുക്കൊരു വിശ്വാസമുള്ള ഒരു ജോഡ് പ്രാവിന ഏതാണ്ട് തത്തുല്യമായ മറ്റൊരു പ്രാവിന വെച്ചു കൊടുക്കുന്നെങ്കിൽ ആ എഫക്റ്റ് അങ്ങനെ കാട്ടൂല. ഇതാണ് അതേക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ശരി ശരി. അതേപോലെ തന്നെ ഈ ഒരു പറവ ഫീൽഡിൽ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ ഒരു ലെജൻഡ്, ഒരു ഇതിഹാസമാണ് നിങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വാർത്തകർക്കിടയിൽ. അപ്പോ നോവൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ പറപ്പിച്ചത് കുറവാണ്, പറവ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് കുറവാണ്. 100% ശരിയില്ല. അതേപോലെ തന്നെ പക്ഷെ നേരെ മറിച്ച് നിങ്ങളെ കയ്യൊപ്പ് പറഞ്ഞിടത്തോളം പ്രാവ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഏത് രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്? അതിന് 2 കാരണമുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ 48 മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ട് പോലും വലുതായ ഒരു മനുഷ്യനാണ്. അപ്പം ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ധവും അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ പലതും, അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു കിടപ്പാടം വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിലനിന്നതിൻ്റെ പേരിൽ പ്രാവുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഒരല്പം കുറക്കേണ്ടി വന്നു. പക്ഷെ ഞാനതൊക്കെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത് ചോര നീര് വേർപ്പാക്കിയിട്ട് നേടിയെടുക്കുമ്പോഴേക്ക് പലതും നഷ്ടപ്പെട്ടും പോയി. ആ ചുരുങ്ങിയ കാലത്ത് എനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അതിപ്പോഴും പ്രായാധിക്യായി, നടക്കാൻ പോലും ബുദ്ധിമുട്ടായി. പക്ഷെ ഇപ്പോഴും സ്വന്തമായ ഒരു ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്ന ആളാണ് ഞാൻ. ഇനിയും മരിക്കുന്നത് വരെ ആ ഐഡന്റിറ്റി വെക്കണമെന്നുണ്ട്. പിന്നെ എനിക്ക് പിന്നീട് പകർന്നു കൊടുക്കാൻ എനിക്കൊരു പിൻഗാമിയില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും പിൻഗാമികൾ വേണം എന്ന്. പക്ഷെ പലരുമായിട്ടും ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഈ സമൂഹത്തിലുള്ള വളർത്തുകാരെ കാണുമ്പോഴും സ്വയം പിന്തിരിപ്പിക്കുന്നു. കാരണം ആരോടെങ്കിലും എന്തെങ്കിലും ഇതുവരെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത്
പലരിൽ നിന്നും അവർ നമ്മളെക്കാൾ ഗുരുക്കളാകുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് അതൊരു വേസ്റ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ട് സ്വയം അതിൻ്റെ അകത്ത് പിന്മാറി. അതല്ലെങ്കിൽ എനിക്ക് അറിവൊന്നുമില്ല, എന്താ പറയേണ്ടത്, ഇത് ഈ പ്രാവിന്റെ അറിവ് എന്ന് പറഞ്ഞ വളരെ സാഗര. ഇഷ്ടൈന ശബ്ദ സിനിമയിൽ മോഹൻലാൽ കൈതപ്പുറത്തിനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുക്കുന്ന കാര്യം, നിങ്ങളൊരു മഹാസാഗരാണ്, ഞാൻ ആ തീരത്തിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടിയാണ്. അതുപോലെ പ്രാവില് ഞാനൊരു കുട്ടിയാണ്. പക്ഷേ നമ്മളെല്ലാ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മളെക്കാൾ അറിവും കഴിവുമുള്ള ആളുകളെടുത്ത് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഉള്ളറിവ് ആർക്കെങ്കിലും പകരണം ഉണ്ടായി. നമുക്ക് എങ്ങനെ ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റുള്ളതിലോ ഒക്കെ ഒന്നുമല്ല ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്നത്തെ തലമുറയിലുള്ള ഒട്ടുമിക്ക ആളുകളും അവരെല്ലാം പഠിച്ചവരാന്നുള്ള തോന്നലുള്ള വലിയൊരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട്. പഠിച്ചവരോട് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം പിന്മാറുക. അങ്ങനെ ഒരു ചിന്തയിലുള്ളത്. പിന്നെ ഇത് രണ്ട് എൻ്റെ ഇടം കൈയും വലം കൈയും. ഇതെൻ്റെ ഇവിടെ കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള എൻ്റെ ഒരു മകനെ പോലെ അടപ്പെടുന്നത്. ഇതൊരു ഗൾഫാണ്. വെക്കേഷന് വന്ന് ഇവിടെ എപ്പോഴും വരും. ഇവിടെ വന്ന് പ്രാവിന്റെ പിന്നെ എന്നിലുള്ളൊരു വിശ്വാസം അതാണ്. ലീവ് കഴിഞ്ഞ് പോകുന്നത് വരെ ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ ഇയാളെ കൊണ്ട് പറയുമ്പോൾ ഇയാളങ്ങനെ സ്ഥിരം വരുന്ന ആളൊന്നല്ല. പക്ഷെ ഇയാൾ ഞാനായിട്ട് അവിചാരിതമായിട്ട് നേരത്തെ ബന്ധങ്ങളുണ്ട്. പക്ഷെ അവിചാരിതമായിട്ട് അയാൾക്ക് ഞാനൊരു പിന്നെ എന്താ പറയേണ്ടത്, ഒരു അവിഭാജ്യ ഘടകമായി. അതിനൊരു കാരണമുണ്ട്. ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ മനസ്സോ അങ്ങനെ പ്രാവിന്റെ കാര്യത്തിൽ ഉള്ളിൽ തുറക്കലില്ല. എന്തോ ഈ കുട്ടിയോട് തുറന്നപ്പോഴേ ഞാൻ പറഞ്ഞു വെല്ലുവിളിയായി സ്വീകരിച്ചെടുക്കണം എന്ന് തന്നെ പറഞ്ഞ് ഒരു ജോഡ് പ്രാവില് കുഞ്ഞുങ്ങൾ ഇറക്കീന്. അത് 6 or 7 കുഞ്ഞന്മാരെ ഇറക്കീന്. അതിൽ ഞാൻ പറയുന്നു, വീഡിയോയിൽ ആളാകാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നു, ഞാൻ എന്താണോ ഈ കുട്ടിയോട് പറഞ്ഞത് അതുപോലെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ ജോസ് എന്ന് പറയുന്ന ഒരാളില്ല. അതിലുപരി വേറൊരു കാര്യവും ജോസായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു 3-4 പ്രാവ് 4-5 പ്രാവ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ 5 പ്രാവിനെ എൻ്റെ ലോഫ്റ്റിൽ വന്നേരം ജോസായിട്ട് പറഞ്ഞ ആ പ്രാവിനെ മാത്രം കാണിച്ചാൽ, ഇതിന്റെ അനുഭവമുള്ള പ്രാവിനെ മാത്രം കാണിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള പ്രാവിനൊന്നും നീ കാണിക്കണം. ഒരു 5 പ്രാവിനെ കാണിച്ചാലും ഈ 5 പ്രാവിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പറവന്റെ എങ്ങനെയാ പറക്ക, ഏത് രീതിയിലാന്ന് പറക്ക, ഏത് പ്രാവാന്ന് കൂടുതൽ പറക്ക എന്നുള്ളതിൽ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു. അത് എന്റെ മുമ്പിൽ തെളിയുന്ന ഒരു കാര്യമാണ്. അതിൽ ഞാൻ ഈ ജോസേട്ടിനോട് അന്നേരം തന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെയാണ് കൈ കൊടുത്തത്. എന്താ വെച്ചാൽ ഈ പ്രായമുള്ള മനുഷ്യനെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. എന്റെ ലോഫ്റ്റ് കാണണോ എന്ന് അത് എന്തോ എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തോന്നിയതായിരിക്കും തീർച്ചയായിട്ടും. അത് അങ്ങനെ ആകാൻ ചാൻസ്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇതിങ്ങനെ ഒരു 2 പ്രാവിനെ കാണിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ജോഡ് നീ തന്നെ ഇട്ടതാണോ അല്ല വേറെ ആരും കിട്ടുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു കയ്യിൽ കിട്ടിയത് ഞാൻ അങ്ങനെ ഇട്ടതാണ്, എന്നാൽ ഇത് കറക്റ്റാണ്, ഇത് മാറ്റണ്ട, ഇതിൽ വരുന്ന കുട്ടികൾ ഇന്ന രീതിയിൽ പറക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി അന്നേരം നിന്നോട് ഞാൻ പറയും, ഈ പരിപാടി ഞാൻ നിർത്തും. അത് സംശയമൊന്നുമില്ല. കാരണം പിന്നെ ഏത് സംശയമില്ലാന്ന് ഞാൻ പരിപാടി നിർത്തതല്ല സംശയമില്ലാത്തത്. പറക്കൂല എന്നുള്ള സംശയത്തിന്റെ യാതൊരു കണിക പോലും ഇല്ല. ഞാൻ പറഞ്ഞത് പോലെ പറക്കൂ. അതില് സ്വന്തമായി എല്ലാ തലത്തിലും എന്നോട് 100-101% വിശ്വാസമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് സംഭവിച്ചിരിക്കും. അതാണ് ജോസേട്ടാ. അതേപോലെ തന്നെ ഇപ്പോ ഓരോ പ്രാവ് വളർത്തുകാരനും ഓരോ രീതിയിലാണ് പ്രാവിനെ നോക്കുന്നത്. അതായത് ചില ആൾക്കാർ കണ്ണ് നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർ കൊക്ക് നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അതിന്റെ നീളം നോക്കുന്നുണ്ടാവും, ഷേപ്പ് നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അതിന്റെ ബാക്കിലെ നമ്മളെ തിമിരി എന്ന് പറഞ്ഞ സംഭവം നോക്കുന്നുണ്ടാവും. അപ്പം ജോസേട്ടൻ ഏത് രീതിയിലുള്ള പ്രാക്കളെ എങ്ങനെയാണ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാറ്? അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ തന്നെ അല്പസ്വല്പം കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പഠിച്ചത്. എനിക്ക് എൻ്റെ അറിവേ എനിക്ക് പറയാൻ പറ്റും.
ചോദ്യകർത്താവിൻ്റെ അടുത്ത് വിട്ടുപോയ ഒരു ചോദ്യം കൂടി സംസാരം കൂടി ഞാൻ അങ്ങോട്ട് സംസാരിക്കാം. ഇതില് നഖം ചോദ്യകർത്താവ് ചോദിച്ചിട്ടില്ല. അതുപോലെ കാലിന്റെ വിരലിനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വിരലിലുള്ള നമ്മൾ ഈ മടക്കായിട്ട് കാണുന്ന സംഗതി ഉണ്ട്, അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അതിന്റെ ഒരു വിശദീകരണത്തിനല്ല ഞാൻ വരുന്നത്. അല്ല, പറയുമ്പോൾ നമുക്ക് അതെല്ലാം ജോസാറിന്റെ അറിവുകളെല്ലാം പങ്കുവെക്കാം. അപ്പൊ അതിലൊക്കെ പ്രാധാന്യവും പ്രത്യേകതയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇന്നത്തെ വളർത്തുകാരിടയിലുള്ള ഒരു ചർച്ചാ വിഷയം മെയിനായിട്ട് എന്താണ് എന്ന് പറഞ്ഞാൽ, ഇതൊന്നും നോക്കാത്തവരിടത്തും പ്രാവ് പറക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും യാഥാർത്ഥ്യമാണത്, അതിലൊരു തർക്കവും ഇല്ല. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾ വ്യത്യാസത്തിനായിട്ട് ചോദിക്കണം. നിങ്ങളെ ചോദ്യം ക്ലിയർ ആണെങ്കിൽ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി. കേൾവിക്കാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള സംശയലേശം ഒരു അല്പം പോലും ഇല്ലാതെ, സംശയം ഇല്ലാത്ത രൂപത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാം. പിന്നെ ചോദ്യകർത്താവിന്റെ ആദ്യത്തെ ചോദ്യത്തിന് വന്നൊരു ചോദ്യം പലരും പല രൂപത്തിലാണ്. ശരിയാണ്. ഞാനൊരു ഉദാഹരണം താങ്കളോട് അങ്ങോട്ട് ചോദിക്കാം. നമ്മളിപ്പോ ഒരു വലിയൊരു പറമ്പ്, ആ പറമ്പിൽ 20 or 25 ജാതി മരം വെക്കുന്നു. ഈ ജാതി മരം വെച്ചാല് അതിന് കൃത്യമായിട്ടുള്ള എന്താ ആ കാലത്ത് വെച്ചപാട് ചെയ്യേണ്ടത്, വെള്ളവും അത് അനുബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്ന് വെച്ചാൽ അതൊരു പരിധി വരെ വണ്ണം വെച്ചിട്ട് മേലോട്ടെത്തുമ്പോൾ ആ 25നും ഒരേപോലെയാണോ ഇതിന് ശാഖകൾ പൊട്ടുന്നത്? അല്ല, വ്യത്യാസം ഉണ്ടാവും. 25ഉം 25 തരത്തിലായിരിക്കും. അതെന്തിനാ ഞാൻ ഉദാഹരണം എടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടങ്ങുന്നത് എവിടുന്ന, മണ്ണിൽ നിന്നാ തുടങ്ങുന്നത്. അതുപോലെ പ്രാവിന്റെ കാര്യവും ശാസ്ത്രീയമായി തുടങ്ങുന്നത് ഒരു മൂല കാരണം ഉണ്ട്. അതിൽ പ്രധാന ഘടകം അടങ്ങിയിരിക്കുന്നത് പ്രാവിന്റെ കണ്ണിലാണ്. പക്ഷെ അതില് കണ്ണിന് പ്രാധാന്യം കുറച്ചിട്ട് മറ്റുള്ളതിന് കാണിക്കുന്നവരുണ്ട്, ചിറകിന് കാണിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം പ്രത്യേകത ഇല്ലേ? ഉണ്ട്. നഖത്തിന് കാണിക്കുന്നവരുണ്ട്, നാക്കിന് കാണിക്കുന്നവരുണ്ട്. ചോദ്യാർത്ഥം ചോദിക്കാത്ത ഒന്നും കൂടി പറയാം, പ്രാവിന്റെ തലയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലം അത് നോക്കാനുള്ള ടൈമില്ല ആൾക്കിത് വേറുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും തിന്നണം. നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്. എന്തുണ്ട്? ഇഷ്ടാനുസരണം സൗകര്യങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള ലൈറ്റും നമ്മുടെ അടുത്തുണ്ട്. എത്ര കാശ് കൊടുത്തിട്ട് ഏത് നാട്ടിൽ പോയിട്ടും എത്ര പണം കൊടുത്തിട്ട് വാങ്ങാനും ഞങ്ങൾ തയ്യാറുമാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഇന്നത്തെ ചെറുപ്പക്കാരെ കാഴ്ചപ്പാടാ പറയുന്നത്. ഞങ്ങൾക്കൊന്നും വേണ്ട. എന്താ വേണ്ടത്? 100നെ കൊണ്ടുവന്നാലും വേണ്ടില്ല, അതിൽ 4 പറഞ്ഞു കിട്ടിയാൽ മതി. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഘടകം. പ്രാവിന്റെ തുടക്കം ഈ പറയുന്ന പ്രാവിനെ നോക്കൊന്നും വേണ്ട, നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ പോലും അവിചാരിതമായിട്ട് ഒരു കൂട്ടിലെത്തിയാൽ, ഇനി സ്വന്തം കൂട്ടിലായാലും അത്യാവശ്യം പ്രാവിനെ പിടിച്ചു നോക്കേണ്ടി വന്നു. അറിയാതെ, ഓന്റെ ബോധമനസ്സറിയാതെ, ഉപബോധ മനസ്സായിരിക്കും ചിലപ്പോ, ഓനും നോക്കിപ്പോ ഒന്നിങ്ങനെ പറഞ്ഞ് കണ്ടുപിടിച്ചു നോക്കും. അതെന്തിനാ? അത് നോക്കിപ്പോന്നതാ. അത് നമ്മളെ ചോരയിൽ കൂടി പോയതാ. പിന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ നോക്കുന്നത്. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ? അതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ? ഇല്ലയോ? അതായത് നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞത്, എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആളെടുത്ത് നമ്മൾ പിന്മാറാം. അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. ഇനി ഇതുമായിട്ട് എൻ്റെ ഇപ്പൊ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്ലൈ ചെയ്യാം. അപ്പൊ ചോദ്യകർത്താവിന്റെ ഒരു ചോദ്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം എന്റെ ഭാഗത്തുനിന്ന് വിട്ടുപോയോ എന്നൊരു സംശയം കൊണ്ടത് ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് പ്രാവിനെ നോക്കുന്നത് എന്ന്. എന്നെ സംബന്ധിച്ചിട്ട് പ്രാവിനെ ഞാൻ നോക്കുന്നതിൽ 90% മേലെ എനിക്ക് പ്രാവിന്റെ കണ്ണാണ് ഘടകം. ബാക്കി കുറഞ്ഞ ശതമാനം മാത്രം, അതിൽ ഏറ്റവും മെയിനായിട്ട് കിടക്കുന്നത് പ്രാവിന്റെ ചിറക്. ചിറകൊരു മെയിൻ ഘടകമാണ് പ്രാവിന്റെ. കാരണം ഇതിന് തുഴയാൻ ചിറകാണ് മെയിൻ ഘടകം. ആ ചിറകിന് ചില പ്രത്യേകതകൾ വേണം. അത് ഉദാഹരണത്തിന് ഞാൻ പറയാം, പരമാവധി
അതിന് ചില ഷേപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ വേണ്ടി ഇപ്പൊ സമയമുണ്ടോന്ന് അറിയില്ല. എന്തായാലും പരമാവധി എത്രത്തോളം പ്രാവിന് ചിറകിന് വീതി കിട്ടുന്നോ, ചില പ്രാവിനുണ്ട് വളരെ കോലിച്ചിട്ടുള്ള ചിറക്, അങ്ങനത്തെ പ്രാവ് ഗുണമേന്മയുള്ള പ്രാവാകാം. പക്ഷെ ആ പ്രാവിന് ഉദ്ദേശിച്ച സമയം പ്രാവിന് പറന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടത്ര ഇത് കിട്ടിയെന്ന് വരില്ല. കാരണം പ്രാവിന് അതിന്റെ ചിറക് അതിന് പ്രതികൂലമായിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രാവിന്റെ ചിറക് ഒരു മെയിൻ ഘടകമാണ്. അതൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വലിയ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രാവിന്റെ ബോഡി ഷേപ്പ് ഒരു മെയിൻ ഘടകമാണെന്ന് പറയുന്നുണ്ട്. ശരിയാകാം, ശരിയാണ്. പ്രാവിന് ഒരു മനുഷ്യൻ അധ്വാനിക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? പ്രാവും ചെയ്യുന്ന ഒരു അധ്വാനല്ലേ? അപ്പോ അതിന് ആരോഗ്യം മെയിൻ ഘടകമാണ്. പക്ഷെ എന്നിരുന്നാലും എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള അനുഭവത്തിന് വളരെ കൊയല പോലെയുള്ള പ്രാവുകൾ എന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിന്, നന്നായിട്ട് പറഞ്ഞിന്. പക്ഷെ എന്നതുകൊണ്ട് ഈ ബോഡി ഷേപ്പിന്റെ കാര്യങ്ങൾ ആരോഗ്യം വേണമെന്നുള്ള കാര്യവും ഞാൻ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. കാരണം ആരോഗ്യം ഒരു മെയിൻ ഘടകമാണ്. പ്രാവിന് ബോഡി ഷേപ്പും ആരോഗ്യം ഒരു മെയിൻ ഘടകമാണ്. ഇതാണ് എൻ്റെ ഇതിൽ ഞാൻ പ്രാവിനെ നോക്കുന്നത്. 90% പ്രാവിന്റെ കണ്ണിലാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ ജോസേട്ടാ, അതേപോലെ തന്നെ നമ്മൾ ഈ മലബാർ ഏരിയയില് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാവ് വർഗ്ഗമാണ് കാട്ടൻ വർഗ്ഗം എന്നുള്ളത്. അതിപ്പം മലബാറിൽ വരുന്നതാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിൽ ഫേമസ് ആണ്. അപ്പം പിന്നെ നിങ്ങൾ മുന്നേ വർഷങ്ങളിൽ ഈ ഒരു വർഗം പ്രാവുകളെ നിങ്ങൾ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിനെ നിങ്ങളെ കൈമേൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ?